ഇപ്പോൾ ഈ ബാഡ് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ ഫൈറ്റൊക്കെ ഉണ്ട്, നമ്മൾ പറഞ്ഞു, ട്രെയിലറിൽ കണ്ടു. അപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് എന്താ? ഏത് സീനായിരിക്കും, അല്ലെങ്കിൽ എന്തായിരുന്നായിരിക്കും ഷൂട്ടിങ്ങിൽ? എനിക്ക് ആൻഡിപ്പനായി മാറുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. ആ മൊത്തത്തിൽ എനിക്കൊന്ന് ഇതുവരെ ചെയ്യാത്തില്ലേ? ഷീൽ ചേച്ചി നേരത്തെ പറയുണ്ടായി മൊത്തത്തിൽ ഒരു തമാശയൊക്കെയുള്ള ഈ കളർഫുൾ ഷർട്ടൊക്കെ ഇട്ട് നാടൻ തല്ല് നടത്തി നാട്ടിൽ ജീവിക്കുന്നു. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് പോലും ഉണ്ടാവില്ലല്ലോ ജീവിതത്തിലോ. അല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ഒരുപാട് പേര് ഇതുപോലെ ലാലൊക്കെ ഒരുപാട് വേഷങ്ങൾ ഇത് ചെയ്തതാണ് എങ്ങനെയെങ്കിലും. പക്ഷെ അത് വേറൊരു വ്യക്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശ്രമങ്ങളുമാണ് പ്രശ്നം. അല്ല, ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പം എങ്ങനെയാണ് അതിലേക്കുള്ള, അതായത് ഒരു റിസർച്ച് ഉണ്ടാവുമോ? അങ്ങനത്തെ കാര്യങ്ങൾ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ആക്ച്വലി വലുതായിട്ടൊന്നും അങ്ങനെ റിസർച്ച് ചെയ്തില്ല. എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ കണ്ടതിൻ്റെയൊക്കെ ഓർമ്മയിലുണ്ട്. പിന്നെ ആൻഡപ്പന് ഞാൻ അങ്ങനെ ആരെയും ഇമിറ്റേറ്റ് ചെയ്തോ ആരോ ഇതിങ്ങനെ ചെയ്തോ അങ്ങനെയൊന്നും അല്ല. ഞാൻ കാണുന്ന ഒരു ആൻഡപ്പൻ അത് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നവനാണ്. കാരണം ഞാൻ പലരും വിചാരിക്കുന്നു ഞാൻ വളരെ സീരിയസും ഒക്കെയാണ്. ഞാൻ സീരിയസ് ടൈപ്പാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കോമഡിയൻ ഉണ്ട്. അതായത് എൻ്റെ വീട്ടിലും എൻ്റെ സുഹൃത്തുക്കളും ഞാൻ ഇഷ്ടപ്പെടുന്ന അടുത്ത് പെരുമാറും. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര കൊച്ചായി മാറി. പിന്നെ ഞാൻ വേറൊരു ഫേസ് അവിടെ കാണുന്നത്. അപ്പം അതിനെയാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നായിരിക്കണം. അതെ. അല്ല, അങ്ങനെയാണോ ഷീൽ ചേച്ചി? പറയൂ, പരിചയപ്പെട്ട്. കാരണം നമ്മളെപ്പോഴും കാണുന്ന, ഇപ്പൊ തന്നെ എനിക്കൊന്ന് കുറച്ചൊന്ന് സംസാരിച്ച് വരാൻ സമയമെടുക്കുന്ന ഒരാളായിട്ടാണ് റഹ്മാൻ സാർ. സെറ്റിൽ വന്ന് 2 ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിരുന്നു. നേരെ വരിക, സീൻ ചെയ്യുക, കാരോനിക്കറി ആണോ ബാബുചേട്ടാ? അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഫുൾ കോൺസെൻട്രേഷൻ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. സൂര്യനെ ചുറ്റിയാണല്ലോ ബാക്കി ഗ്രഹങ്ങൾ കറങ്ങുന്നത്. അപ്പൊ അതുപോലെ ഞങ്ങളുടെ എല്ലാം കോൺസെൻട്രേഷൻ കണ്ണിങ്ങോട്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങ് പോന്നു ഞങ്ങളുടെ കൂടെ. ഇപ്പൊ വിപിനുണ്ട് പറഞ്ഞേനെ. ഞാൻ സീരിയസ് ആയിരുന്നില്ല. ഞാൻ അവിടെ പോയി നിങ്ങളുടെ കൂടെ വന്ന് ഇരിക്കുമ്പോ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ ചേര് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എല്ലാവരും മാറി മാറി പോവാണ്. പിന്നീടാണ് ഞാൻ എല്ലാരും കൂടെ ഒന്നിച്ചാക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ അതെന്നാ റെസ്പെക്റ്റ് ആണ് നമ്മള്, അതുകൊണ്ടാണ്. അതെ, നിങ്ങൾ അതിനെ ഒരു ബഹുമാനമായിട്ടും റഹ്മാൻ ചേട്ടൻ അതിനെ ഒരു എല്ലാവരും എന്താണ് പോകുന്നത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ തുടക്കത്തില്? ഇത് തന്നെ റഹ്മാനിക്ക ഞങ്ങളുടെ കൂടെ ലോക്കലായി മാറി. അതെനിക്കിഷ്ടമായി, റഹ്മാനിക്ക ലോക്കലായി മാറി. മറ്റേ വലിയ ഒരു എന്താ പറയാ CV അത് അതെ. അപ്പൊ ശരിക്കും പറഞ്ഞ സെറ്റിലും പുള്ളി പിന്നെ ആൻഡപ്പനായിട്ട് ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ എത്ര ലോക്കലാണോ അതിന്റെയൊക്കെ താഴെ തറ എന്ന് പറയുന്ന അതിലേക്ക് പോയി. അല്ല, ഞാൻ ആലോചിക്കുന്നേ റഹ്മാൻ സാറാ ലോക്കലായ അവസ്ഥ എന്തായിരിക്കും? പിന്നെ അങ്ങോട്ട് ഭയങ്കര എന്താ പറയാ, പറഞ്ഞ പോലെ ഒരു കൊച്ചു കുട്ടി പുറത്തേക്ക് ഇങ്ങ് വന്നു. പിന്നെ അങ്ങ് ഭയങ്കര സ്നേഹമാണ്, പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു. ഭയങ്കര നല്ലൊരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. അവിടെ ഒരു ആക്ടറെ അല്ല ഞാൻ കണ്ടത്. ഞാൻ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിലൊക്കെ ആൾക്കാരെ കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവിടെ കണ്ടത്, ഞാൻ ഒരു ആക്ടറെ അല്ല ഞാൻ അവിടെ കണ്ടത്, ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടു സിനിമയില്. ഇവർക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു സംസാരിച്ചിരിക്കുമ്പോൾ തോന്നിയ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, നിങ്ങൾക്കൊക്കെ ഇവരുടെ പ്രൊഡക്ഷനിലും സന്തോഷം, നിങ്ങളിൽ ഇവർക്കും സന്തോഷം. അതൊരു സിനിമയുടെ ഒരു വിജയം തന്നെ ആയിരിക്കും അല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്നിച്ച് ഇവിടെ വന്നിരിക്കും. നിങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയി. റഹ്മാനിക്കയുടെ കൂടെ, ബാബുചേട്ടൻ്റെ കൂടെ കാലിക്കട്ട്, ഇവിടെ അവിടെ എല്ലാം പോകുന്നു. ഇവരൊക്കെ അവിടുന്ന് പൊള്ളാച്ചിന്ന് വന്നേക്കുന്നു ചേട്ടൻ. പിന്നെ റഹ്മാനിക്ക ചെന്നൈയിൽ നിന്ന് വന്നു പോണു. അപ്പൊ ഞങ്ങളുടെ എല്ലാ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് സിനിമയോടുള്ള സ്നേഹം, അത് മൊത്തത്തിൽ ആ ജെന്യൂനിറ്റിയും അല്ലെങ്കിൽ ഒരു സിൻസിയറിറ്റി ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഈ ഓണത്തിന് ഇത് ഇറങ്ങാൻ പോകുമ്പോഴെല്ലാം ഇത് വലുതാണ് ഒരു സപ്പോർട്ട്. അല്ലാണ്ട് നമ്മളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ മാത്രം നിന്ന് ഒരിക്കലും ഒരു സിനിമ ഇറക്കാനോ വിജയിപ്പിക്കാനോ പറ്റില്ല. ഇതിൽ അഭിനയിച്ച് ഇത്രയും ആർട്ടിസ്റ്റിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, കോൺട്രിബ്യൂഷൻ ഭയങ്കരമാണ്.